ഹലോ എവ്രി വൺ. അപ്പൊ ഞാൻ സിംഗപ്പൂരിലെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ പോയത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ്. 10 മണിക്ക് മുമ്പ് എത്തിയിട്ട് പോലും എൻട്രിക്ക് വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി 2-3 ഫോട്ടോസ് എടുത്തിട്ട് വേഗം ഉള്ളിൽ കയറി. ആദ്യം പോയി ഏറ്റവും ലാസ്റ്റ് ഉള്ള റൈഡ് കയറുവാണെങ്കിൽ ക്യൂ കുറവാണെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം ഓടിപ്പോയി. പോകുന്ന വഴിക്ക് കുറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയും കണ്ടു. നമുക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഓരോ റൈഡ്സ് കയറുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ലാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം കയറിയ റൈഡ് കനോപ്പി ഫ്ലയർ എന്ന് പറഞ്ഞ റൈഡാണ്. ഞങ്ങൾ ആദ്യം ഓടി ചെന്നിട്ട് പോലും കാണുന്ന ക്യൂ ആണ്. ഇത്രയും ക്യൂ എല്ലാം നിന്ന് ഞങ്ങൾ ആ റൈഡിൽ കയറി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കയറിയത് റാപ്പിഡ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ റൈഡാണ്. അതിൽ കയറണമെങ്കിൽ നമ്മുടെ ബാഗേജ് ഒക്കെ ലോക്കറിൽ വെക്കണമായിരുന്നു. അതുപോലെ തന്നെ നനയാണ്ടിരിക്കാൻ പോഞ്ചോ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ റൈഡിൽ കയറി. നമുക്കെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ജുറാസിക് പാർക്ക്. ഈ റൈഡിൽ കയറുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് ജുറാസിക് പാർക്കിൽ പോയ ഒരു ഫീലിംഗ് ആണ്. ഈ മൂവിയിൽ പല സീൻസ് നമുക്ക് ഈ റൈഡിൽ കയറുമ്പോൾ ഓർമ്മ വരും. നെക്സ്റ്റ് ഞങ്ങൾ പോയത് റിവഞ്ച് ഓഫ് മമ്മി എന്നുള്ള റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് റൈഡാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. റോളർ കോസ്റ്റർ പോലുള്ള സ്പീഡ് ആയിട്ടുള്ള റൈഡിൽ കയറാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട്. അതറിയാൻ എന്റെ ഹസ്ബൻഡ്, അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് ഓൾറെഡി ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് ഈ കാര്യം പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇതൊരു മമ്മി റിട്ടേൺസിന്റെ എന്തെങ്കിലും സൈറ്റ് സീയിങ്ങോ അല്ലെങ്കിൽ വല്ല ഷോയോ ആണെന്ന് വിചാരിച്ചിട്ട് അപ്പൊ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാനും കൂടെ കയറി. അങ്ങനെ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ ക്യൂവിൽ നിന്ന് കാണും. ഞാൻ വിചാരിച്ചു ഈ ആൾക്കാർക്ക് എന്താ വട്ടാണ്, ഈ ഇരുട്ടുമുറി കാണാനായിട്ടാണ് ഇത്രയും നേരം ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അവസാനം എത്തിയപ്പോഴാണ് എനിക്ക് എന്റെ നല്ലവനായ ഹസ്ബൻഡിന്റെ ഈ ട്രാപ്പാണെന്ന് എനിക്കുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അവസാനം വേറെ എക്സിറ്റ് ഇല്ലാത്തതുകൊണ്ടും വേറെ വഴിയില്ലാത്തതുകൊണ്ടും എനിക്ക് അതിൽ കയറേണ്ടി വന്നു. ശേഷം നടന്നത് ഇതാണ് ഗൈസ്. You'll never find the book. Your souls will be mine for all eternity. റൈഡ് കഴിഞ്ഞ് ഒരു വിധത്തിൽ ഞാൻ പുറത്തിറങ്ങി. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ഈ റോളർ കോസ്റ്ററിൽ കയറണം. ഞാൻ ചത്താലും കയറില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നോക്കിയിരുന്നു. എന്റെ ഹസ്ബൻഡ് പോയി റോളർ കോസ്റ്ററിൽ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് വാട്ടർ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ട് ഒരു മൂവി കാണുന്ന ഫീലിംഗ് ആണ്.
ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞങ്ങൾ ഇങ്ങനെ റാൻഡം ആയിട്ട് റൈഡ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലോട്ട് പോകാനായിട്ട് ഒത്തിരി നടക്കണമായിരുന്നു. അങ്ങനെ നടന്നിട്ട് കാലൊരു പരുവ് പോയ ലാസ്റ്റ് ഞങ്ങൾ ഞൊണ്ടിയാണ് പോകുന്നത്. പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ അവിടെ സ്റ്റോളേഴ്സ് ഒക്കെ റെന്റൽസിന് കിട്ടും. അതൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്, കാരണം ഒത്തിരി നടക്കാനുണ്ട്. അതുപോലെ നമ്മളൊക്കെ ആണെങ്കിൽ ആ പോകുന്ന ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൺസ്ക്രീൻസ്, അംബല്ലാസ് അല്ലെങ്കിൽ മാസ്ക് അതൊക്കെ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് കയറിയത് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള റൈഡിലാണ്. അത് ഏകദേശം റിവെഞ്ച് ഓഫ് മമ്മി റൈഡിന്റെ സിമിലർ ആയിട്ടുള്ള റൈഡായിരുന്നു. അടിപൊളിയായിരുന്നു. ഇത്ര റൈഡ്സിലാണ് ഇതുവരെ കയറുള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾ നടന്നു, അതുപോലെ ക്യൂ നിൽക്കുന്ന നല്ല രീതിയിൽ ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ റിലാക്സ് ചെയ്യാൻ വിചാരിച്ചു ഈ ഒരു റൈഡിലാണ് കയറിയത്. ജസ്റ്റ് ഒരു കിഡ്സിനൊക്കെ കയറാൻ പറ്റിയ ഒരു റൈഡാണ്. പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു റൈഡ് വാങ്ങും, അതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതിൽ കയറി. ഈ റൈഡ്സ് മാത്രമല്ല കേട്ടോ, അവിടെ ഏകദേശം ഒരു 28 റൈഡ്സ് ഉണ്ട്. എന്നിട്ട് എനിക്ക് ഇത്ര റൈഡ്സിലാണ് കയറാൻ പറ്റുള്ളൂ. ഈ റൈഡ്സ് മാത്രമല്ല, പലർക്കും ഈ റൈഡ്സിലൊന്നും കയറാൻ പേടിയായിരിക്കും. അപ്പൊ അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് കുറെ ഷോസും അതുപോലെ വേറെ കുറെ അട്രാക്ഷൻസും അതുപോലെ നമുക്ക് ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്യാനും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞങ്ങൾ കയറാനുള്ള ടൈം കിട്ടിയില്ല, കാരണം ഞങ്ങൾ എടുത്തത് നോർമൽ പാസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പ്രസ് പാസ് ഉണ്ട്, അത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒത്തിരി ക്യൂ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് കയറാൻ പറ്റും. പക്ഷേ ഈ എക്സ്പ്രസ് പാസിന് ഡബിൾ ചാർജ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് വാങ്ങിക്കാണ്ടിരുന്നത്. ഞങ്ങൾ വീക്ക് ഡേ ആയതുകൊണ്ട് ക്യൂ കുറവാണെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങളുടെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോയി. ഞങ്ങൾ ക്യൂവിൽ നല്ല രീതിയിൽ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. യൂണിവേഴ്സൽ സ്റ്റുഡിയോ സിംഗപ്പൂരിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഗൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റൈഡ്സിന്റെ വെയിറ്റിംഗ് ടൈം നമുക്ക് കാണാൻ പറ്റും. അത് അപ്പോൾ ആ ക്യൂവിന്റെ ടൈം അനുസരിച്ച് നമുക്ക് ക്യൂ ടൈം കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കയറാം. അത് നമുക്ക് ടൈം സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഷോസ് ഒക്കെയാണ് എത്ര മണിക്കാണ് നടക്കുന്നതെന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. അതുപോലെ മീറ്റ് ആൻഡ് ഗ്രീറ്റ്സ്, അതുപോലെ എവിടെയൊക്കെ ഷോപ്പിംഗ് ചെയ്യാം, അതുപോലെ എവിടെയൊക്കെ ഫുഡ് കഴിക്കാം, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ ആപ്പിലുണ്ട്. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ടൈം സിംഗപ്പൂർ പോകുകയാണെങ്കിൽ ഈ ആപ്പ് എന്താണ് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ഈ ദിവസം അവസാനിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി.